നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2025 പോയി മറഞ്ഞ് നമ്മൾ 2026 ആദ്യ ദിവസത്തിലാണിപ്പോഴുള്ളത്. ഈ 2025 ഫുട്ബോൾ പ്രേമികൾക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഒരുപാട് സ്പെഷ്യൽ മൊമെൻറ്റുകളുണ്ട്. കിരീടം നേടാത്ത പലർക്കും കിരീടം കൊടുത്തൊരു വർഷമാണ്. ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള മൊമെൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. 2025 ഫുട്ബോൾ ഇയർ റാപ്പ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ, സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഓരോ മാസത്തിൽ ഇങ്ങനെ ജനുവരിയിലെന്ത്, ഫെബ്രുവരിയിലെന്ത്, ഓരോ മാസവും എടുത്ത് നോക്കാം. ജനുവരിയിൽ ബാഴ്സലോണ കിരീടം ചൂടി. അതായത് ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിലുള്ള അവരുടെ ആദ്യത്തെ കിരീടമായിരുന്നു അത്. സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ അവർ റയൽ മാഡ്രിഡിനെ ഫൈനലിൽ 5-2 പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടി. അതേ മാസം തന്നെ PSG മാഞ്ചസ്റ്റർ സിറ്റിയെ 4-2 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെടുത്തി. ഫെബ്രുവരിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ ഇത്തിഹാദിൽ 3-2 പരാജയപ്പെടുത്തി. അതേസമയം ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റിയെ 5-1 പ്രീമിയർ ലീഗിൽ പരാജയപ്പെടുത്തി. ഈ 2 വമ്പൻ പരാജയങ്ങൾ സിറ്റി നേരിട്ടത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ്. പിന്നെ മാർച്ചിലേക്ക് വരുമ്പോൾ ലിവർപൂൾ കുതിച്ചു പാഞ്ഞതായിരുന്നു യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിൽ. ആ ടീമിനെ റൗണ്ട് ഓഫ് 16 നോക്കൗട്ട് ചെയ്ത് കളഞ്ഞു PSG. ആ ഗ്രൂപ്പ് ഘട്ടം അല്ലെങ്കിൽ ലീഗ് ഘട്ടത്തിൽ നന്നായി സ്ട്രഗിൾ ചെയ്ത PSG ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കൗട്ട് സ്റ്റേജിൽ വേറെ ലെവലായി. അവരൊടുവിൽ കിരീടത്തിലേക്ക് പോയി. ആ പോക്കിൻ്റെ ആദ്യ സ്റ്റെപ്പുകളിലൊന്നാണ് റൗണ്ട് ഓഫ് 16 4-1 പെനാൽറ്റീസിൽ അവർ ലിവർപൂളിനെ നോക്കൗട്ട് ചെയ്തു. അതേസമയം ന്യൂകാസിൽ യുണൈറ്റഡ് അവരുടെ 70 കൊല്ലക്കാലത്തെ കിരീട ട്രോഫി ഡ്രൗട്ട് അവസാനിപ്പിച്ചുകൊണ്ട് കിരീടം ചൂടി. അത് 2-1 ലിവർപൂളിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു അവർ ആ കിരീടത്തിലേക്ക് എത്തിയത്. പിന്നെ ഏപ്രിൽ മാസത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം, ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ കോപ്പ ഡെൽ റേയിൽ 3-2 പരാജയപ്പെടുത്തി. സൂപ്പർ കപ്പിൽ ജനുവരി പരാജയപ്പെടുത്തിയത് കൂടാതെ ഏപ്രിലിൽ മറ്റൊരു പ്രധാന മത്സരത്തിൽ, ഫൈനൽ മത്സരത്തിൽ കോപ്പ ഡെൽ റേയിൽ 3-2 പരാജയപ്പെടുത്തുന്നു. അടുത്ത വിജയം, അടുത്ത കിരീടം FC ബാഴ്സലോണക്ക്. ലിവർപൂൾ പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരായി. കഴിഞ്ഞ ഏപ്രിലിൽ സംഭവിച്ചതാണ്. 2024-25 സീസണിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിട്ട് ലിവർപൂൾ മാറി. അതേസമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരു ഹിസ്റ്റോറിക് കംബാക്ക് ഉണ്ടായിരുന്നു ലിയോണിനെതിരെ. 7-6 ഹിസ്റ്റോറിക് കംബാക്ക്. ഒരിക്കലും യുണൈറ്റഡ് ആരാധകരും മറക്കാത്തൊരു പോരാട്ടമാണത്. മെയ് മാസത്തിലേക്ക് വരുമ്പോൾ FA കപ്പ് വിജയിക്കുന്നു പാലസ്. സിറ്റിയെ ഞെട്ടിച്ചുകൊണ്ടാണ് കിരീടത്തിലേക്ക് അവർ പോയത്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം, സ്പേഴ്സിൻ്റെ 17 കൊല്ലത്തെ ട്രോഫി വെയിറ്റ് അവസാനിക്കുന്നു. യൂറോപ്പ ലീഗിൽ അവർ കിരീടം ചൂടുന്നു. ചെൽസി എല്ലാ യൂറോപ്യൻ ട്രോഫീസും, അതായത് ചെൽസി ബിക്കം ഫസ്റ്റ് ടു വിൻ ഓൾ 4 യൂറോപ്യൻ ട്രോഫീസ് ഫോളോയിങ് യുവേഫ കോൺഫറൻസ് ലീഗ് വിൻ. കോൺഫറൻസ് ലീഗും കൂടി അവർ നേടി. എല്ലാ യൂറോപ്യൻ കോമ്പറ്റീഷൻസും വിജയിക്കുന്ന ആദ്യ ടീമായിട്ട് അവർ മാറി. ഒപ്പം തന്നെ ചരിത്രത്തിലാദ്യമായിട്ട് കിരീടം ചൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG. മെയ് മാസം അവർക്ക് മറക്കാവതല്ല. ജൂണിലേക്ക് വരുമ്പോൾ യുവേഫ നേഷൻസ് ലീഗാണ്. യുവേഫ നേഷൻസ് ലീഗിൻ്റെ കിരീടം നേടുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും. പോർച്ചുഗൽ കിരീടം ചൂടുന്നു. അതോടൊപ്പം തന്നെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റയൽ മാഡ്രിഡിലേക്ക് ജോയിൻ ചെയ്തു. ലിവർപൂൾ വിട്ടുകൊണ്ട് റയൽ മാഡ്രിഡിലേക്ക് ജോയിൻ ചെയ്തതും ജൂൺ മാസത്തിലാണ്. ജൂലൈ മാസത്തിൽ ചെൽസി ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ PSG പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക ചാമ്പ്യന്മാരാകുന്നു. പിന്നാലെ നമുക്ക് വലിയ ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഡിയേഗോ ജോട്ട ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫുട്ബോൾ ലോകത്തിൻ്റെ വലിയ നഷ്ടമാണത്. പിന്നെ വിക്ടർ ഗ്യോക്കെറസ്, അദ്ദേഹം പോർച്ചുഗലിൽ ഗോളടിച്ചു കൂട്ടി. പോർച്ചുഗീസ് ലീഗിൽ അങ്ങനെ നിൽക്കുന്ന താരത്തെ ഒടുവിൽ ആഴ്സണൽ സൈൻ ചെയ്തത് ജൂലൈ മാസത്തിലാണ്. ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട നേട്ടം PSG ടോട്ടനാം ഹോട്ട്സ്പറിനെ പെനാൽറ്റീസിൽ പരാജയപ്പെടുത്തിക്കൊണ്ട്
യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടു. ആഴ്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പ്രീമിയർ ലീഗിൻ്റെ ഓപ്പണിംഗ് ഡേയിൽ പരാജയപ്പെടുത്തുന്നു. സെപ്റ്റംബറിലോ ലിവർപൂൾ അലക്സാണ്ടർ ഐസക്കിനെ ന്യൂകാസിൽ യുണൈറ്റഡിൽ നിന്ന് സ്വന്തമാക്കി. അത് ഒരു ബ്രിട്ടീഷ് റെക്കോർഡ് ഡീലായിരുന്നു. അസമയം ഉസ്മാൻ ഡംബലെ ബാലൻഡിയോറിൽ കിരീടം ചൂടുന്ന ബാലൻഡിയോർ സ്വന്തമാക്കിയത് സെപ്റ്റംബറിലാണ്. ഒക്ടോബറിൽ റയൽ മാഡ്രിഡ് FC ബാഴ്സലോണയെ 2-1 പരാജയപ്പെടുത്തി. അതോടൊപ്പം തന്നെ ലാമിനെ യമാലിൻ്റെ പ്രീ ബാച്ച് കമൻസ് വലിയ രൂപത്തിൽ അന്ന് ചൂട് വാർത്തയായിട്ട് മാറി. കളിക്കളത്തിൽ വെച്ച് കളി തീർന്നതിന് ശേഷം കർവാഹൽ ലാമിനെ യമാലുമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതും പിന്നെ പ്രശ്നം വഷളാവുന്നതും ഒക്കെ നമ്മൾ കണ്ടു. എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ കരിയറിൽ പോർച്ചുഗീസ് ദേശീയ ടീമിനോടൊപ്പം കളിക്കുമ്പോൾ ആദ്യത്തെ റെഡ് കാർഡ് കണ്ടു. അത് പോർച്ചുഗലിനായിട്ട് അദ്ദേഹത്തിൻ്റെ 226ാമത്തെ മത്സരം കളിക്കുമ്പോഴാണ്. അയർലൻഡിനെതിരെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ക്രിസ്ത്യാനോ റെഡ് കാർഡ് കണ്ടത് നവംബറിൽ. ലയണൽ മെസ്സിയുടെ ഇൻ്റർ മയാമി ഈസ്റ്റേൺ കോൺഫറൻസിൽ കിരീടം ചൂടുന്നു. അപ്പം അവരുടെ ഫസ്റ്റ് എവർ കിരീടമായിരുന്നു അത്. ലയണൽ മെസ്സി ബിക്കം ദി പ്ലെയർ വിത്ത് മോസ്റ്റ് അസിസ്റ്റ് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി എന്ന റെക്കോർഡിലേക്ക്, ചരിത്രത്തിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ സ്വന്തമാക്കിയതിൻ്റെ റെക്കോർഡിലേക്ക് ലയണൽ മെസ്സി കടന്നുപോയതും നവംബർ മാസത്തിലായിരുന്നു. പിന്നെ അതിൽ തന്നെ MLS കപ്പിൽ കിരീടം ചൂടുന്ന ഇൻ്റർ മയാമിയെ നമ്മൾ ഡിസംബറിൽ കാണുന്നു. MLS കപ്പിൻ്റെ ഫൈനലിൽ വിജയിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇൻ്റർ മയാമി MLS കപ്പിൽ മുത്തമിടുന്നു. PSG അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് കിരീടം സ്വന്തമാക്കിയത് ഡിസംബറിലാണ്. ഉസ്മാൻ ഡംബലേക്ക് ഫിഫ ബെസ്റ്റ് പുരസ്കാരം ലഭിക്കുന്നതും ഗ്ലോബ് സോക്കർ അവാർഡിൽ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നതും ഇതേ ഡിസംബറിലായിരുന്നു. അങ്ങനെ ഓരോ മാസം എടുത്താലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങൾ കാണാൻ പറ്റും. 2025 പൊളിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.